ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ദിണ്ടുക്കൽ സ്റ്റൈലിൽ ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്. ഞാൻ 1/2 kg ആണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് 1/2 കിലോളം അരി എടുത്തിട്ടുണ്ട്. ഏകദേശം ഈ ഒരു പാത്രത്തിൽ 1.5 പാത്രമാണ് അരി എടുത്തിട്ടുള്ളത്. കഴുകി വെള്ളത്തിൽ കുതിർക്കാനായി വെച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂർ കുതിർക്കണം. എന്നിട്ട് ചിക്കൻ ഇവിടെ 1/2 കിലോന് കൂടുതൽ തന്നെ എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കിയതാണ്. അതിനുശേഷം ഹോൾ സ്പൈസസ് ആണ് അണ്ടിപ്പരിപ്പ്, പട്ട, പിന്നെ ആ ബേ ലീഫ്, പിന്നെ ജാതിക്കയുടെ ആ ഒരു ചെറിയ കഷ്ണം, ഏലയ്ക്ക ഒരു 5 എണ്ണം, കുരുമുളക്, പച്ചമല്ലി, അതേപോലെ ഇതിൽ കാണുന്ന കൽപ്പാസി പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട് കേട്ടോ. ആ ഒരു സാധനം കൂടി ഇട്ട് അത് മസ്റ്റാണ്. എന്നിട്ട് ജീരകം, പിന്നെ വലിയ ജീരകം എല്ലാം കൂടി ഇട്ടിട്ടുണ്ട്. എന്തായാലും ഇൻഗ്രീഡിയൻസ് ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം, എന്നാൽ ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. എന്നിട്ട് പുതിന, മല്ലിയും വന്നിട്ട് നമ്മളൊരു കൈപ്പിടി അളവ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ ഈ ചെറിയുള്ളിയും വെളുത്തുള്ളി, അതേപോലെ ഇഞ്ചി, പച്ചമുളക് ഈ മൂന്നും കൂടിയിട്ട് മിക്സിയിൽ നന്നായിട്ട് പേസ്റ്റായിട്ട് അടിച്ചെടുക്കണം. അപ്പം ഞാൻ പച്ചമുളക് 2 എണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എരിവ് കൂടിപ്പോകുന്നൊരു പേടിയായതുകൊണ്ട്, കുട്ടിക്കൊക്കെ കൊടുക്കുന്നതല്ലേ, അപ്പോൾ അതുകൊണ്ട് ഒരു പച്ചമുളക് മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒന്നും ഇട്ടില്ല. ചിലപ്പോൾ എരിവ് കൂടിപ്പോയാൽ എന്തായാലും പിന്നെ അവൻ കഴിക്കുന്നുണ്ടാവില്ല കേട്ടോ. അപ്പോൾ റിസ്ക് എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഒന്ന് മാത്രം ഇട്ടിട്ട് നന്നായിട്ട് അത് പേസ്റ്റ് രൂപത്തിലാക്കി അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ അടിച്ചെടുക്കണം കേട്ടോ, നല്ല പേസ്റ്റായിട്ട്. അതിനുശേഷം ചെറിയ പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ ഒരു ചെറിയൊരു ജാറിൽ തന്നെ ബിരിയാണി മസാല ഫ്രഷായിട്ട് നമ്മൾ അരയ്ക്കാൻ വേണ്ടിയിട്ട് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ളത് ആ ഒരു മിക്സ് ഇട്ടിട്ട് നല്ല പൊടിയായിട്ട് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് പാത്രം വെച്ചിട്ട് വെളിച്ചെണ്ണയും നെയ്യും ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് വീഡിയോ ഓണാക്കാൻ മറന്നു കേട്ടോ, അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ അതിനുശേഷം നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു പേസ്റ്റിൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ആ ഒരു പേസ്റ്റ് ഇട്ടിട്ട് നല്ലോണം പച്ചക്കുത്ത് പോകുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ആ ഒരു കളറൊക്കെ മാറിയിട്ട് ഒരു ചെറിയൊരു ഗോൾഡൻ കളർ വരുന്നുണ്ടാവും. അതുവരെ ഇളക്കി കൊടുത്തതിന് ശേഷം കാശ്മീരി ചില്ലി പൗഡറാണ് ഇടുന്നത്. ഞാൻ ഈ ഒരു ചെറിയൊരു സ്പൂണിൽ 1 സ്പൂൺ ഇടുന്നുള്ളൂ കേട്ടോ. വേറെ കളറൊന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല. കളറിൻ്റെ ഒന്നും ആവശ്യമില്ല. കളർ വേണമെന്നുള്ളവർ അതിൽ ആഡ് ചെയ്യാം കേട്ടോ. അതിനുശേഷം ബിരിയാണി മസാല നേരത്തെ അരച്ച് വെച്ചതിൽ 5 ഈ ഒരു സ്പൂണിൽ 5 സ്പൂണാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ആദ്യം 4 എണ്ണം ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് മസാല കുറവുള്ള പോലെ തോന്നിയപ്പോൾ പിന്നെ ഒന്നും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ മസാലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് പച്ചക്കുത്ത് പോകുന്ന വരെ നന്നായി ഇളക്കി കൊടുക്കണം. ആ ഒരു എണ്ണ പിരിഞ്ഞ് അങ്ങനെ വരണം കേട്ടോ. അതുവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഒരു 2 ടീസ്പൂണായിട്ട് നമ്മൾ തൈര് ചേർക്കുന്നുണ്ട്. തൈരും ചേർത്ത് നന്നായിട്ട് ആ ഒരു തൈരും ഈ എണ്ണയൊക്കെ ഒന്ന് മിക്സായി വന്നിട്ട് ആ ഒരു എണ്ണ പിരിഞ്ഞ് വരുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ കഴുകി വെച്ചിട്ടുള്ള 1/2 കിലോന് കൂടുതലുണ്ട് കേട്ടോ ചിക്കൻ. അപ്പോൾ അതൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തിട്ട് മസാലയൊക്കെ എല്ലാത്തിനും പിടിക്കുന്ന പോലെ മിക്സ് ചെയ്യാം കേട്ടോ. മിക്സ് ചെയ്തിട്ട് കുറച്ച് ചൂട് കൊള്ളാനായിട്ട് വെക്കണം. ചിക്കൻ ആ ഒരു മസാല ഒന്ന് പിടിക്കാനായിട്ട് കുറച്ച് ചൂട് കൊള്ളാനായിട്ട് വെച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് മല്ലിയില, പുതിന രണ്ടും കട്ട് ചെയ്ത് വെച്ചിരുന്നില്ലേ, അത് നമ്മൾ ഇട്ട് കൊടുക്കണം. ഫുള്ളായി ഇടുന്നില്ല, കുറച്ച് മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി നമ്മൾ ദമ്മ് വയ്ക്കുമ്പോൾ അതിലേക്ക് ഇടാനായിട്ട് മാറ്റി വെച്ചു. എന്നിട്ട് തക്കാളി, ഞാൻ ഒരു തക്കാളി ഇട്ടുള്ളൂ കേട്ടോ. ആ തക്കാളി ഇട്ടില്ല, പുളിപ്പുണ്ടായിരുന്നു തൈരിന്. അപ്പോൾ ഓവർ പുളിപ്പാണ്ട് പറഞ്ഞിട്ട് ഒരു തക്കാളി ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് മൂടി വെച്ചിട്ട് വേവിക്കുക. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കിയ സമയത്ത് ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ചിക്കൻ അത്ര വെന്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒന്നും കൂടി ഇളക്കിയിട്ട് പിന്നെയും അത് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് നന്നായി വേവിച്ചെടുത്തു കേട്ടോ. വേവിച്ചിട്ട് നമുക്ക് ആ ഒരു മസാലയൊക്കെ നന്നായി വെന്ത് വന്നിട്ട് ആ എണ്ണയൊക്കെ ഒന്ന് പിരിഞ്ഞ് വരണം. അതിനെ സമയത്ത് തന്നെ നമുക്ക് ചിക്കനും വെന്തിരിക്കണം കേട്ടോ. അതിനുശേഷം വെള്ളം ഒഴിച്ചിരുന്നു. ഞാൻ 1 ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളം വെച്ചിട്ടാണ് ഒഴിച്ചിരുന്നായിരുന്നത്. അപ്പോൾ 1.5 ഗ്ലാസ് അരിയത്തിന് അപ്പോൾ ഞാൻ 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ കാണിച്ച ഒരു ഗ്ലാസ്സിൽ 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് മിക്സ് ചെയ്തത്. എന്നിട്ട് വെള്ളമൊക്കെ നല്ല തിളച്ച് വന്ന ശേഷം അരി, നേരത്തെ വെള്ളത്തിൽ കഴുകി വെച്ചിരുന്ന അരി വെള്ളമൊക്കെ വറ്റിച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അരി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം അരി തിളച്ച് വരാനായിട്ട് വിടുക കേട്ടോ. ആ വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. അതിനിടയിൽ ഞാൻ ഉപ്പ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉപ്പ് കുറവായതുകൊണ്ട് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. എപ്പോഴും അരി ഇട്ടതിന് ശേഷമാണ് ഉപ്പ് നോക്കേണ്ടത്, ഇല്ലെങ്കിൽ ചിലപ്പോൾ ഉപ്പ് കൂടിപ്പോകും കേട്ടോ. അപ്പോൾ പാകത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് വെള്ളവും അരിയും ഈക്വലായിട്ട് വരുന്ന ആ ഒരു സമയം വരെ
വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ട് അരിയും അതും ഈക്വൽ സമയം വെയിറ്റ് ചെയ്യണം. വെറുതെ ഇളക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ കുഴഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് അധികം ഒന്നും ഇളക്കാനായിട്ട് നിൽക്കണ്ട കേട്ടോ. അതുപോലെ വെള്ളം വറ്റി വരണം കേട്ടോ. അരിയും വെള്ളം ഈക്വൽ ആയിട്ടുള്ള ആ ഒരു പൊസിഷനിൽ വരുന്ന സമയത്ത് പുതിന മല്ലി നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല, അത് ബാലൻസ് ഉള്ളതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് നെയ്യ് മേലെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ ഫ്ലേവറിന് വേണ്ടിയിട്ട്. അതിനുശേഷം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ വാഴയില. അത് നേരത്തെ തന്നെ മുറിച്ച് കഴുകി എല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടോ. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷമാണ് ഈ വാഴയില മേലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. അറേഞ്ച് ചെയ്തിട്ട് ഗ്യാപ്പ് ഇല്ലാതെ എല്ലാ ഭാഗത്തും അങ്ങനെ കവറാവുന്ന പോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. മൂടി വെച്ചിട്ട് മേലെ ദമ്മിനായിട്ട് ഞാൻ ചെറിയൊരു പ്ലേറ്റ് വെച്ചിട്ട് നല്ല തിളച്ച വെള്ളം അതിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം ഞാൻ 1 മണിക്കൂറോളം ദമ്മ് വെച്ചിരുന്നു കേട്ടോ. അതിന് ശേഷം ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഫ്ലേവറായിരുന്നു കേട്ടോ. തുറക്കുമ്പോൾ തന്നെ നല്ല മണമായിരുന്നു. അരിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇലയൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമ്മൾ അരി ഒന്ന് ഇളക്കി കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം ചേർക്കണം എന്നുണ്ടവർ ചേർക്കാം കേട്ടോ. ലാസ്റ്റ് ഈ ഒരു സ്റ്റേജിൽ ഇളക്കുന്ന മുമ്പായിട്ട് കുറച്ച് നെയ്യ് ചേർത്തിട്ട് ഇളക്കുകയാണെങ്കിൽ ഇളക്കാം. പക്ഷെ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു നേരത്തെ ഒഴിച്ച ആ ഒരു എണ്ണ തന്നെ കറക്റ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്ലേവർ വേണമെന്നുള്ളവർ എന്തായാലും ചേർത്തോളൂ. അങ്ങനെ നമ്മുടെ ദിണ്ടുക്കൽ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിൽ അതിൻ്റെ അഭിപ്രായം പറയണം കേട്ടോ. ഇനിയൊരു പുതിയ വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.